എല്ലാവർക്കും എന്നോട് വിശേഷം സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പം ദേ ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. നമ്മുടെ പുറകിൽ കാണുന്നത് നമ്മുടെ പെയർ ട്രീ ആണ് കേട്ടോ. അപ്പം നിറയെ പൂവുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇഷ്ടംമാതിരി നമുക്ക് പെയറൊക്കെ ഉണ്ടാവും നമുക്ക് വിശ്വസിക്കാം. അപ്പോൾ ഞാനൊരു തോരൻ വെക്കാൻ വേണ്ടി പോവാണ്. ചില സ്ഥലത്ത് ഇതിന് കൊത്തമ്പര എന്ന് പറയും, ചില സ്ഥലത്ത് ഇതിന് അമരയ്ക്ക എന്ന് പറയും. എനിക്കറിയില്ല. ഇനിമേ ഞാൻ ഡൽഹിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പം നമ്മളവിടുത്തെ താഴത്തെ നമ്മുടെ ഹോസ്റ്റലിന് താഴെ ഒരു അമ്മച്ചി വിൽക്കാൻ വെച്ചിരുന്ന പയറാണ്. ഞാനത് ഇഷ്ടംമാതിരി കഴിച്ചിട്ടുണ്ട്. അത് കാരണം അതൊന്നും ഇതുവരെ ഞാനിവിടെ വെച്ചിട്ടില്ല. അപ്പം ഞാൻ ആദ്യമായിട്ടൊന്ന് വെക്കുവാണ്. അല്ല മീൻസ് ഇവിടെ വന്നിട്ട് കേട്ടോ. അപ്പോൾ ഒന്ന് വെച്ച് നോക്കാവേ. എന്താണ് പയർ നമ്മൾ ഇസ്ലാം ടെമ്പിളിൽ പോയപ്പം മേടിച്ചാണേ. അപ്പം എന്താ പറയുക, കൂളിംഗ് ഗ്ലാസ് അല്ല, വെയിലത്തേക്ക് പോയപ്പോഴത്തേനും ഗ്ലാസ് ഇങ്ങനെ ആയത് കേട്ടോ. ഇതാണ് പയർ. ഓക്കെ, അപ്പം ഇങ്ങനെ ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് മൊത്തം ഒന്ന് അരിഞ്ഞ് ഇതിൻ്റെ അറ്റവും ഇതും കണ്ടിച്ചിട്ട് അരിഞ്ഞെടുത്തിട്ടിടാം. ഓക്കെ, അപ്പം നീ ഒരു സബോളയും 2 പച്ചമുളകും ആ പയറും ഒന്ന് അരിഞ്ഞെടുത്തിട്ട് വരട്ടെ. കുറച്ച് കരിയാപ്പിലയും കൂടെ എടുത്ത് പ്രിപ്പയർ ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പം ആ പയറിൻ്റെ രണ്ടറ്റം ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇങ്ങനെ കുഞ്ഞതായിട്ട് ഇത് അരിഞ്ഞെടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ സബോളയും പച്ചമുളകും കുഞ്ഞായിട്ട് ചോപ്പ് ചെയ്തെടുക്കുക. ഓക്കെ, അതാണ് നമ്മൾ തോരന് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതെല്ലാം സെപ്പറേറ്റ് ആയിട്ട് ഇടാം. ലൈക്ക് അത് എന്താ പറയുക, സബോളയും ഒക്കെ ആദ്യം അരിഞ്ഞിട്ട് ചീനിച്ചട്ടിയിൽ അതിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോഴത്തേനും പയറിട്ടാൽ മതി. ബട്ട് ഈ പയറിന് നല്ല വേവായതുകൊണ്ട് ഞാൻ എല്ലാം കൂടി ഒരുമിച്ച് ഇട്ടാണ് വേവിക്കുന്നത്. സാധാരണ നമ്മൾ തോരൻ വെക്കുന്ന പോലെ. ഇത് വലിയ എന്താ പറയുക സ്പെഷ്യൽ മെത്തേഡ്സ് ഒന്നുമില്ല. പക്ഷേ ഈ പയറിന് സാധാരണ പയറിനേക്കാളും വേവ് കൂടുതലായതുകൊണ്ട് ഞാൻ വെള്ളം ഒഴിക്കാതെ കുക്ക് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, കരിയൊന്നും ചെയ്യാതെ കേട്ടോ. അപ്പം അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വേരിയേഷൻസൊക്കെ വരുത്തണമെങ്കിൽ നിങ്ങൾക്ക് വരുത്താം. നമുക്ക് പല രീതിയിലും തോരനുണ്ടാക്കാം. തേങ്ങ അരച്ച് തോരനുണ്ടാക്കാം, തേങ്ങ ചിരകിയിട്ട് തോരനുണ്ടാക്കാം, അതിനകത്ത് വേറെ പല സാധനങ്ങളും കൂടെ ആഡ് ചെയ്തിട്ട് തോരനുണ്ടാക്കാം. അതൊക്കെ നമ്മുടെ ക്രിയേഷനാണ്. സബോളയും ഞാൻ അങ്ങനെ തന്നെയാണ് അരിയുന്നത്, കുഞ്ഞതായിട്ട് കേട്ടോ. അപ്പോൾ ഇത് പെട്ടെന്ന് വേവുകയും ചെയ്യും. അതുപോലെ തന്നെ എന്താ പറയുക, നമുക്ക് അരിയാനും എളുപ്പമാണ്. മറ്റേ ആയിട്ട് ഈ അല്ലാതെ അരിയുന്നേക്കാളും എളുപ്പം ഇതാണ് കേട്ടോ. അപ്പം എന്നെ ഞാൻ പറയാൻ വന്നത് എന്ന് പറഞ്ഞാൽ, അപ്പോൾ അതുപോലെ തന്നെ ഞാൻ മൊത്തം സബോളയും പയറും ഒക്കെ ഒന്ന് അരിഞ്ഞെടുക്കട്ടെ. അപ്പോൾ ഇത് 2 പച്ചമുളക് അത് അരിയുന്നുണ്ട്. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ മുളകിടാം. പക്ഷേ ഞാൻ നമ്മുടെ തോരൻ ഉണ്ടാക്കുമ്പോൾ കുറച്ച് മുളക് പൊടിയും കൂടി ഇടുന്നുണ്ട്. അപ്പം എനിക്കിത് മതി കേട്ടോ. നമ്മുടെ ചീനിച്ചട്ടി ചൂടാകുമ്പോഴത്തേനും നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ ഒലിവ് ഓയിലാണ് ഒഴിക്കുന്നത്. ആക്ച്വലി ഞാൻ പ്രിഫർ ചെയ്യുന്നത് കോക്കനട്ട് ഓയിൽ ഒഴിക്കാനാണ്. ബട്ട് കോക്കനട്ട് ഓയിൽ ഉരുകിയില്ല. അപ്പം ഭയങ്കര കട്ടയായിട്ടിരിക്കുകയാണ്. പക്ഷേ ഞാൻ എങ്ങനെയെങ്കിലും കുറച്ച് ഉരുക്കി എടുത്തിട്ട് അവസാനം ഇച്ചിരി ഒഴിക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഓയിൽ വേണമെങ്കിലും ഒഴിക്കാം. നിങ്ങൾക്ക് കോക്കനട്ട് ഓയിൽ തന്നെ ആദ്യമേ ഒഴിക്കുന്നതാണ് ബെറ്റർ. ഓക്കെ, അപ്പം ഞാൻ ഇതൊരു 1 ടീസ്പൂൺ കടുകിട്ടു ആസ് യൂഷ്വൽ. പിന്നെ നമ്മുടെ കുറച്ച് കരിയാപ്പില ഇടുന്നു. കരിയാപ്പിലയിൽ ചെറുതായിട്ട് വെള്ളം ഉള്ളതുകൊണ്ടാണ് കേട്ടോ പൊട്ടിത്തെറിക്കുന്നത്. അങ്ങനെ കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇച്ചിരി ഫേസ് അതിൽ നിന്ന് മാറ്റി ഒന്ന് നിൽക്കാൻ നോക്കുക കേട്ടോ. പിന്നെ ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ പയറും സബോളയും പച്ചമുളകും എല്ലാം കൂടി ഇട്ടു. ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താ പറയുക, ഒന്നെങ്കിൽ പയർ ആദ്യം ഇട്ടിട്ട് കുറച്ച് വാട്ടാം. കാരണം പയറിന് ഒത്തിരി വേവുള്ളത് കൊണ്ട്. പിന്നെ അത് കഴിഞ്ഞ് സബോളയും പച്ചമുളകൊക്കെ ഇട്ടാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് സബോള ആദ്യം ഇടാം, അത് കഴിഞ്ഞിട്ട് ഇതിടാം, എങ്ങനെ വേണമെങ്കിലും. ബട്ട് എൻ്റെ ഉദ്ദേശം അധികം ഗ്യാസ് ഉപയോഗിക്കാതെ, അധികം ടൈം കിച്ചണിൽ സ്പെൻഡ് ചെയ്യാതെ ഒക്കെ ചെയ്യുക എന്നുള്ളതാണ്. ഇനി പയർ പോകാൻ ഒത്തിരി സമയം വേണം. അപ്പം പിന്നെ എല്ലാം കൂടി ഇട്ട് ഒരുമിച്ച് അങ്ങ് വേവിക്കുന്നതല്ല നല്ലതെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് പെട്ടെന്ന് വേവാനായിട്ട് നമ്മുടെ സ്ഥിരം സൂത്രമായ നമ്മുടെ കുറച്ച് ഉപ്പ് അങ്ങോട്ട് ഇട്ടു. അതായത് ഒരു 1/4 അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ ഇട്ടാൽ മതി. ടീസ്പൂൺ ഉപ്പിട്ടാൽ മതി കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ബ്ലഡ് പ്രഷർ, അതായത് ഹൈപ്പർ ടെൻസീവായ ആളാണെങ്കിൽ കുറച്ച് ഉപ്പിട്ടാൽ മതി. അപ്പം ഞാനൊരു 3/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡറിയും
1/4 ടീസ്പൂണ് റെഡ് ചില്ലി പൗഡിയും അതായത് റെഡ് ചില്ലി പൗഡറും ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ മുകളിലേക്ക് ഒരു 3 അല്ലെങ്കിൽ 4 ടേബിൾ സ്പൂണ് ചിരകിയ തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം അതും നിങ്ങളുടെ ഇഷ്ടമാണ്, എത്ര ഇടണോ വേണ്ടയോ അതെയോ ഇതെല്ലാം ഈ പൊടികളും ഇതെല്ലാം കൂടെ കൂടി അരച്ച് ചേർക്കണോ അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. നമ്മളങ്ങനെ ഒരു പ്രാവശ്യം ഒരു രീതി ചെയ്യുക, അടുത്ത പ്രാവശ്യം വേറൊരു രീതി ചെയ്യുക, എന്നാലല്ലേ നമുക്കൊരു എന്തെങ്കിലും ഒരു ഡിഫറെൻറ്റ് ആയിട്ട് ഫീൽ ചെയ്യത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ബോറടിക്കും. എനിക്ക് ഏറ്റവും ഇഷ്ടം വെജിറ്റേറിയൻ ഫുഡാണ് നോൺ വെജിനേക്കാളും. പിന്നെ വെജിറ്റേറിയൻ നിന്ന് കുറേ നാൾ കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു മടുപ്പ് അല്ലെങ്കിൽ ഒരു ഇറച്ചിയും മീനൊക്കെ തിന്നാൻ തോന്നുമ്പോൾ മാത്രമേ ഞാൻ കഴിക്കത്തുള്ളൂ. ചില ആൾക്കാർ ഇറച്ചിയും മീനും കഴിച്ചിട്ട് മടുക്കുമ്പോഴാണ് പച്ചക്കറി എങ്ങാനും വല്ലപ്പോഴും ഒന്ന് കഴിക്കുന്നത്. പക്ഷെ ഞാൻ ഓപ്പോസിറ്റാണ്. അപ്പോൾ നമുക്ക് വെറൈറ്റി ആയിട്ട് ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയാലേ നമുക്ക് ബോറടിക്കാതിരിക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അത് ഞാൻ വെള്ളം ഒഴിച്ചിട്ടില്ല, അടച്ചു വെച്ച് വേവിക്കുമായിരുന്നു ചെയ്തത്. അപ്പോൾ നമുക്ക് നോക്കാം, അത് ഇളക്കി നോക്കി കഴിയുമ്പോഴത്തേനും അത് വെന്തിട്ടുണ്ട്. നമുക്ക് ഏകദേശം ഒന്ന് വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ഞെക്കി നോക്കാം കേട്ടോ. അപ്പോഴത്തേനും അത് നന്നായിട്ട് വെന്തിട്ടുണ്ട്, അല്ലെങ്കിൽ അതൊരു ഹാർഡായിട്ടിരിക്കും. അപ്പം നല്ല സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് എടുത്ത് കഴിക്കാം. ഓക്കെ, അപ്പം നമ്മുടെ തോരനിവിടെ റെഡിയായി. അപ്പോൾ ചോറിൻ്റെ കൂടെ അത് കഴിക്കാം. അപ്പം ഞാനവിടെ വേറൊരു കറിയും കൂടെ, നമ്മുടെ സോയ ചങ്ക്സിന് കറിയും കൂടെ വെക്കുവാണ്. അതും കൂടെ കഴിഞ്ഞിട്ട് വേണം എനിക്ക് ചോറുണ്ണാനായിട്ട്. അപ്പം നിങ്ങൾ ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. നമ്മൾക്ക് പലതരത്തിലുള്ള പയറുണ്ടല്ലോ, വള്ളിപ്പയറും കുറ്റിപ്പയറും എന്താ പറയുക, നമ്മുടെ ബീൻസും ഒക്കെ. അപ്പം ഇങ്ങനത്തെ ഈ പയറും കൂടെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ കമൻറ്റിൽ വന്ന് ഒന്ന് പറയുക കേട്ടോ. ബൈ ബൈ.